മീനുകൾക്ക് ഇന്ന് ആഘോഷരാവ്. അങ്ങനായിരിക്കണം നമ്മൾ വീഡിയോയുടെ മീനുകൾക്ക് ഇന്ന് ആഘോഷരാവ്. എടാ അതെട് മുരുക മുരുക. ഇതൊക്കെ എന്ത് വീഡിയോ പൊങ്ങിയോ ക്യാമറ ചപ്പിയടാ. ഓക്കെ, ആദ്യത്തെ കരിമീൻ കരിമീനെ കുത്തി പിടിച്ചിരിക്കുന്നു. ഇല്ല നമ്മള് വന്നോണ്ടല്ലേ കിട്ടാതെ. നിങ്ങൾ തന്നെ എടുത്തിട്ടോ ചാടി വെള്ളത്തിൽ പോകട്ടെ. കില്ലാടി ഗെയിമിക്ക് ഒരു വീഡിയോക്ക് വേണ്ടി എന്ത് ചെയ്യും? നിങ്ങൾ കരിമീനെ ചൂണ്ട പിടിച്ച് കണ്ടിട്ടുണ്ടായിരിക്കും. കാലുണ്ട് വിഷമത്തില ഡിപ്രഷനിലായി. മീൻ്റെ ഓണം. ഇവനടുത്ത് വരാൻ കുത്തി പിടിച്ച്. ആശാനാണ് പിടിച്ചത്. ഇത് ആശാന്റെ അസിസ്റ്റന്റ്. ഞാൻ എന്തോ ഒരു പൈപ്പല്ലേ ചവിട്ടിങ്ങനെ പാമ്പാണ്. കുമ്പളങ്ങിനെങ്കിലെ ഷെയ്ൻ നിഗമാണ്. കാലുകൊണ്ട് ഇവിടെ ഞങ്ങൾ പാമ്പുണ്ടോ ഇല്ലോ എന്നൊന്നും അറിയത്തില്ല. കവറാണ്. ഞങ്ങള് റിസ്ക് എടുത്താണ് വന്നേക്കുന്നത്. കാരണം കുഞ്ഞിക്കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അഡ്വഞ്ചർ വേണമെന്ന് പറഞ്ഞു ഞങ്ങള് ചമ്പക്കുളത്തോട്ട് വന്നതാണ്. അതെ അതെ അതെ. ആ ഉറപ്പീര് ഇവിടെ ആയിരുന്നു. സെബിച്ചേട്ടന്റെ ഉറപ്പീരിനൊന്നും ഞാൻ വ്ലോഗ് എടുത്തില്ല. ഉറപ്പീര് ഞാൻ ഉണ്ടായിരുന്നു. ഞാനല്ല ഒന്ന് ആങ്കറിങ് ചെയ്ത്. അതെ അതെ അതെ. ലൈവ് ഒന്ന് പറയണ്ട. ശരിയാ ശരിയാ. പോടാ. ആ ഇത് ഇങ്ങനെ വളഞ്ഞു പോണം. ആ മുറിയിലൊരു പ്രേതം കൂടെ ഉണ്ട്. പേടിയല്ലേ? അത് പിടിക്കാൻ വേണ്ടി പോയതല്ല. അപ്പൊ വെറുതെ കിട്ടിയ. ഇപ്പൊ ഞങ്ങള് തീറ്റ ആയിട്ടാണ്. നേരത്തെ തീറ്റ ഇല്ലാതെ കുത്തി വിട്ടു. ഞാൻ കുത്തി പിടിക്കും. എടാ കണ്ണ് കുറിക്കുന്നാടാ. എനിക്കും കൊടുത്താടാ. സിനി പോയി. മറ്റേ ചേച്ചിയുണ്ട്. മാസ്മരിക പ്രകടനമാണ് ഇപ്പൊ കണ്ടത്. ഗൈസ് ഞങ്ങൾ തേച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോ അത് വരും. എല്ലാം ഇങ്ങനെ നിക്കുന്നു. വൈറ്റില്ല ക്ഷീണുണ്ടോ? അപ്പൊ ഇത്ര ഓടിച്ചല്ലേ. എല്ലാരോടും ധരിക്കുന്നു. എല്ലാരും ഉണ്ടെങ്കിലേ ഓക്കെ. താങ്ക് യു. കണ്ട ഗൈസ് എന്റെ ഫാൻസാണ് മൊത്തം. എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. പിടി ആയുധം കണ്ട ഗൈസ്. ഇതിന്റെ പേരാണ് ശൂലം പൊടിയുടെ ചെമ്പട കൊട്ടി. ഈ ഉരുളുണ്ടല്ലോ അന്ധകാരത്തിൽ നിന്ന് വരുന്നു. ഇതാണ് ഞങ്ങളുടെ പൊന്നുകുട്ടി. ഈ പ്ലാസ്റ്റിക് നിറച്ചിട്ട് അവിടെ നിന്ന് പോകൂ. എന്തോ അതെ അതെ.
ഈ ആശാന്റെ ആണ് നമ്മൾ കുറച്ചു നാൾ മുമ്പ് ഒരു എൻഗേജ്മെന്റ് കണ്ടത്. എൻഗേജ്മെന്റ് കല്യാണം ഈ പുള്ളിയുടെ ആയിരുന്നു. മിക്കിയുടെ വ്ളോഗുകളെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് ഗൈസ്. മിക്ക ചൂല ഇങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ഒത്തിരി സ്പീഡിൽ പോയാൽ മൂട്ടി കയറും. ശൂലത്തിന്റെ ഒപ്പം നടക്കാനല്ല കൂടെ നടക്കാനാണ് ഇഷ്ടം. ഓ ഇതൊരു ഗതാഗതമാണ്. നിങ്ങളുടെ ഭാവിയുടെ വാഗ്ദാനമാണ്. നാലും തള്ളിയിടും വെള്ളത്തിൽ. സ്വഭാവം റിസ്കി വേ ആണ്. എട്ടുകാരിയാണ് മൊത്തം. ഈ കാണുന്നത് കായല കേട്ടോ. ഇരുട്ടായിട്ടൊന്നും കാണില്ല. പിന്നെന്താ എനിക്കറിയില്ല. അതിലൂടെ മടിയായിരുന്നു, അതുകൊണ്ട് അവൻ നീന്തത്തില്ലായിരുന്നു. ഇപ്പം അല്ല, ഇപ്പൊ ചെറുകഥത്തിന് അത് മിക്സിയിൽ അടിച്ച് പണ്ടായിരുന്നെങ്കിൽ കപ്പയും ചവച്ചിട്ട് തുപ്പി. സ്കിൽഡ് മാൻ ആയിരുന്നു. നിങ്ങൾക്ക് ഇന്ന് കുറെ ദൃശ്യങ്ങൾ കിട്ടുന്നതായിരിക്കും. പാമ്പിനെ കിട്ടാൻ ചിലപ്പോ ചാൻസ് ഉണ്ട്. പാമ്പിന്റെ കൊത്തു കൊള്ളുന്നതും ആശുപത്രി അങ്ങനെ കടി കിട്ടുന്നു. എന്താണ് മറ്റേ സിനിമ അല്ലല്ല, മറ്റേ ജയറാമിന്റെ ഒരു സിനിമയില്ലേ കസിൻസോ അല്ല, അതിനകത്ത് മറ്റേ ധ്യാനത്തിന് പോകത്തില്ലേ? ധ്യാനത്തിന് കുറ്റബോധം പറയത്തില്ല. ഞാനുള്ള ബീറു ചാൻസ് ബീറൂപ്പിക്ക് തലക്കടിച്ച് കൊന്നും കാര്യം. മറ്റേ ഇവനൊക്കെ ഉള്ളത്, ഉണ്ണിമൂന്തനൊക്കെ ഉള്ളത്. അതല്ല അതാ ചാൻസ്. അതല്ല 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 അതാടാ. കണ്ട പറഞ്ഞാളെന്നെ ചോര പച്ചിലെ പാമ്പാണെന്ന് തോന്നുന്നു. ബ്രോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടോ? എന്നിട്ട് നമ്മള് വരും. പിന്നെ സമയവും കൊഞ്ചുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം തീറ്റയെ കുറിച്ച് ആകുലതനായ ആകാശ്. ക്യാമ്പിൽ നിന്ന് ചപ്പാത്തി ചിക്കൻ കഴിച്ചാൽ മതിയായിരുന്നു. രാവിലെ ഞാൻ ഉച്ചക്കാണ്. എടാ നീ എന്നതിനാ അവിടെ പോയിരിക്കുന്നത്? എടാ നിനക്ക് എന്താ റോളില്ലേ ഇപ്രാവശ്യത്തെ നെഹ്റു ട്രോഫി കൊണ്ടുപോകാനിരിക്കുന്നതാണ് ആഗസ്റ്റ്. ആര് ജയിച്ചാലും നിങ്ങൾ കണ്ടോ? ഓഗസ്റ്റ് 30-ാം തീയതി. ഓഗസ്റ്റ് 30-ാം തീയതി ബാക്കി പറ ഏത് ടീം? ഓഗസ്റ്റ് 30-ാം തീയതി ആര് ജയിച്ചാലും ഇനി ഞാനെന്ന് പറയാമല്ലോ. അലവരാ ഇവിടുന്ന് ഇച്ചിരി ഡേഞ്ചർ തോന്നാ. ഈ കുട്ടനറിയാം. കുട്ടൻ്റെ വറച്ച് നിൽക്കുക അങ്ങോട്ട്. ഒരടി പോലും ചലിക്കാൻ വയ്യാതെ ഉണ്ടോ വറക്കുന്ന. അങ്ങനെ ഗൈസ് 1-ാം വേട്ട കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത മീനായി. ഇപ്പൊ തോട്ടി പോയത് മീനിന്റെ കൂടെ കുത്തിയെടുക്കേണ്ടി വന്നേനെ. ചെപ്പി കുത്തുമ്പോ ഒന്ന് അറിയിക്കണേ. ബാക്കിയെല്ലാം എടുത്തോ. ഒരു കാരണവശാലും ഈ വീഡിയോ പുറത്തിറക്കാൻ പറ്റും. പിന്നെ മറ്റവൻ ഫിഷിങ് ചെയ്യുമ്പോ കുഴപ്പമില്ല, നമ്മളൊന്ന് കുത്തിപ്പിടിച്ചാലാണ് പ്രശ്നം.
നിന്റെ അണ്ണാക്കിലോട്ടാണ് കൊണ്ടിരുന്നത്. അടുത്ത ആള്. എടി ഇതെങ്ങനെ പറന്ന് വന്നാലോ? അവിടെയല്ലേ ബാക്കി പിടിച്ചോ? മീശ പിടിച്ചോടി, മീശ പിടിച്ചോടി. മേളിൽ പിടി, ഇവിടെ എടി, പിടി. ഇവിടെയല്ലേ പിടിക്കണ്ടേ? മീശ ഇല്ല ഇനി. ആ, അതെ. മീശയില്ലാത്ത ആശാൻ. ആശാൻ. ഒന്ന് കിട്ടിയാൽ പിന്നെ ചാകരയാണ്. വീണ്ടും നന്മയുള്ള ലോകം. ഇപ്പൊ മീൻ ചത്ത് കളയും. അവൻ കളഞ്ഞ മീൻ. ആ ചത്ത് പൊങ്ങിക്കളഞ്ഞു. ആ മീനുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരത്തില്ല. നാഗച്ചേച്ചിയുടെ എന്താ പറയുന്നത്? എന്തോ എന്ത് ചെയ്തു സെബി കുത്തരുതേ. സെബി എന്ത് ഇല്ല. ആ മീൻ ഓടിയിരിക്കുന്നു ഗായ്സ്. വീണ്ടും നഷ്ടമായിരിക്കുന്നു മാൻ. കുഞ്ഞു മീനുകളെ ഞങ്ങൾ ആക്രമിക്കാറില്ല. ചെമ്മീൻ. ചെമ്മീൻ അത് കുത്തിയാ കിട്ടത്തില്ല. നമുക്ക് വേണ്ടത് നിങ്ങൾ കേൾക്കുന്നത് ഒരു മരണം. ഈ സ്ക്രിപ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന പൊന്നൂസ്. ഒന്ന് പറപ്പിച്ചടി ബാബോ. ഒന്ന് പറപ്പിക്കേ. ഫ്ലാഷ് ഓഫ് ആക്കി വെച്ച് നോക്കി. ഞെട്ടി പറഞ്ഞു ചെമ്മിക്ക്. ഈ വീഡിയോക്കകത്ത് എല്ലാരും വെള്ളാട്ട് പോക്കറിനെ ഓടാ ഇപ്പൊ പോയ ഏകാന്തതാണ്. ഏകാന്തം പുള്ളി ഏകണ്ട. നിങ്ങൾ വിചാരിക്കും ഈ ആശാൻ എന്താ ചെയ്യുന്നതാണ്? മൂർച്ച കൂട്ടുകയാണ്. ഇനി വേട്ട മാത്രം. ഇതൊരു വേട്ട മൃഗമാണ്. ഇതിൽ പൂട്ടിയ ഒരു യെസ്, നിങ്ങൾ ഈ കാണുന്നതാണ് പൊരിക്കുട്ട എന്നറിയപ്പെടുന്ന. ഇപ്പൊ ചാടി നിന്റെ മേത്ത് വീഴുന്നതായിരിക്കും. നല്ല വിരിഞ്ഞു കിടക്കുന്നവനാണ് അഗസ്റ്റ് മാത്യു. എറ്റേണൽ കണക്ഷൻസിന്റെ ഓൾ ഇൻ ഓൾ എന്നറിയപ്പെടുന്നു ആണ് ഈ പോകുന്നത്. അഗസ്റ്റ് മാത്യു. ഇൻസ്റ്റാഗ്രാമിൽ പേജ് ചെക്ക് ചെയ്യുക. കിടിലിന് ഫോട്ടോസ് കാണാം. എന്താണ് അവനെ തിന്നാനും ആളില്ല. നടന്നു വരുന്നൊക്കെ എടുക്കണം അവനെ. അതിനെ കാണിച്ചിട്ട് ഒരാൾ നടന്നു വന്ന് നന്മയുള്ള ലോകമേ ഇടണം ബ്ലോഗിന്. നീ തോട്ടി കമ്പനി മീനെ എടു. നിനക്ക് ഏറ്റവും നന്മയുള്ള കൂട്ടത്തിൽ. ഈ മീനെ രക്ഷിക്കാനായി ആരും വരില്ല ദൈവമേ. അതിന് പേരുകൊണ്ട് ചത്ത് മീനെ എറിഞ്ഞു വീഴ്ത്തി. അവിടെ തലയിടിച്ച് ചത്തോന്നു. ദേ, ആ നടത്തം നോക്ക്. ഗാന്ധിയനായ അഗസ്റ്റിനെ നടത്തുന്നു. അഹിംസയുടെ പാതയിലാണ് ഗൈസ്. ഹിംസയുടെ ഭാഗത്തിലാണ് നീ. ഇതാണ് ആ പാത അഹിംസയിലേക്ക്. ഞാനിങ്ങനെ ഇരുട്ടിലേക്ക് മറയുന്നതായിട്ട് വേണം പടം. ഓക്കെ, അന്ധകാരത്തിലേക്ക് മറഞ്ഞു പോകുന്ന അഗസ്റ്റ് മാത്യു. ലൈറ്റ് പിടിച്ച് നമ്മുടെ മറ്റേ ഈ വീഡിയോ അല്ലേ മറ്റേ ശ്രീകാന്ത് തെറ്റിയാൽ നമ്മുടെ അന്നദാത സെബി എത്തിയടാ വെക്കണം. പോയാ ഓ എന്ത് വരുന്നത്? കുറുവാസംഘം അണ്ടം കെട്ടി പിടിക്കാൻ വാങ്ങി. മീൻ കിട്ടില്ല, പാമ്പിനെ കിട്ടും. കിട്ടി കിട്ടി. താങ്ക് യു. ഇവന്റെ പേരാണ് എനിക്ക് ആരും ഫോട്ടോ എടുക്കട്ടെ. ഇവനാണ് നാടൻ എടുത്ത് മുഖത്തോട്ട് വെക്ക്. എന്നാലും അതിന്റെ വലിപ്പം അറിയത്തുള്ളൂ. നിന്റെ തലയുടെ അത്ര ഉണ്ട്, ഇവളുടെ തലയുടെ അത്ര ഉണ്ട് ആക്ച്വലി. ഇനി ആ മീശ പിടിച്ച് പൊക്കടി. മീശപ്പുലി പോലെ ഞാൻ പൊക്കാം. രണ്ട് മീശ പിടിക്കും. ഞാൻ പൊക്കാം. കടിക്കുവോ?
നോക്കിയേ കൈക്ക് നിങ്ങളുണ്ട് ഒരു കടി പ്രതീക്ഷിക്കാം പൊന്നുകുട്ടിക്ക്. ഇല്ലടാ. മുഖത്തിന് നേരെ വെക്കുക, എന്നാലും അതിന് വലിപ്പം അറിയുള്ളൂ. നമ്മൾ അബോധത്തിൽ എല്ലാം പെട്ടുപോയി രക്ഷപ്പെടാൻ പറ്റും. എന്നെ പിന്നുന്നു. ഇങ്ങോട്ട് നോക്ക്, അടിച്ചിട്ട് ഇങ്ങോട്ട് നോക്കാം. ഓ അതിന്റെ കണ്ണ് കണ്ടോ? അതിന് റേഡിയോ റേഡിയോ വെച്ചിട്ടുള്ള കണ്ണാട്ടോ കാണുന്നു. അടുപ്പിച്ചു വിടും മോതോട്. ബോഡി കാണുന്നുണ്ടോ അതിന്റെ? മിക്കിയുണ്ട് ഇവിടെ. ഗൈസ് നോക്കൂ, പേടിച്ചു തുറക്കുന്ന മിക്കിനെ കണ്ടോ? പേടിത്തുറിയ ആൻഡ്രൂസ്. രണ്ട് മീശ പിടിച്ച് ഷെയർ ചെയ്യുന്ന. ഓ യാ, നമ്മുടെ വേട്ടക്കാരൻ പോയി. ഈ വേട്ടക്കാരൻ രണ്ടുപേരും. അത് നിനക്ക് വേണ്ടെന്നോ? അവൻ ഇൻഡസ്ട്രിയൊക്കെ ഉള്ളിലുള്ളത് മതി. ബൈ ബൈ. ഇതൊക്കെ എന്തോ പേടിച്ച് തൂറി നിൽക്കുന്ന പാമ്പിന്റെ. പാമ്പ് കടിക്കുമ്പോ ഈ തമാശയൊക്കെ തീരും. ഇപ്പൊ പാമ്പ് കടിച്ച് എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടുന്നു? ഈ വലിയ മരത്തിന്റെയും ഈ സ്ഥലത്തിന്റെയും ഒരേ ഒരു ഉടമസ്ഥനാണ് ഈ നിൽക്കുന്നത്, സെബി ചാക്കോ. ഈ കാണുന്ന ഏക്കർ കണക്കിന് കായൽ തീരത്തിനടുത്തുള്ള സ്ഥലം ഈ മനുഷ്യന്റെയാണ്. എന്നിട്ട് പുള്ളിയെ കണ്ടോ കയ്യിൽ കൊടുത്ത് കായൽ രാജാവ് സെബി എന്നറിയപ്പെടും. സെബി ഇടയ്ക്ക് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതെ, പാവപ്പെട്ട മീനുകൾക്ക് തീറ്റ കൊടുക്കുക, വീട്ടിൽ പോയി കിടന്നുറങ്ങുക. കുട്ടനാട്ടിൽ ഇപ്പൊ കരിമീന് ക്ഷാമം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അതിന് ഏക ഉത്തരവാദി ഇവനാണ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നു. ഓരോ സൈസ് എനിക്ക് വേണ്ടി ദാനം ചെയ്തു. ഗൈസ് മീൻ വറക്കുന്ന കണ്ട ഗൈസ്. ഇത് കരിമീൻ, ഇത് കൊഞ്ച്. അത് മ്യൂസിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം ഗൈസ്. ഞങ്ങളിപ്പോ ആറ്റിപ്പോയി ഇപ്പൊ പിടിച്ചെന്ന് പറയേ. ഫ്രഷ് മീനാണ് ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ ബ്ലോഗിൽ പിടിച്ചത്? അതേ വെള്ളം പിടിച്ചിട്ടൊന്നും കാര്യമൊന്നും ഇല്ല, തരത്തില്ല. അതെ 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 അതെ. കൂടി ചപ്പാത്തി ഉണ്ടാക്കും ഗൈസ്. ഇതിലും പിടി. രണ്ടും വേണ്ട. ആദ്യം ഒരെണ്ണം മാറ്റി വെച്ചാൽ അത് ഫിഷിന്റെ ഓയിലാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ്. തന്നല്ലേ തന്നല്ലേ. അവിടെ ഒരു കല്ലുണ്ട്.
മോൻ ഇവിടെ വന്നിട്ട് ഇടാ പൊന്നെ. ഇവിടെ വന്നിട്ട് എന്റെ പകുതി പിന്നെ മുട്ട വരണ്ട്. അവിടെ ഒരു കല്ല്. എടി അതേ പിടിച്ചോ. ദേ അതിനകത്ത് വല്ല അനാക്കൊണ്ട ഞാൻ കഷ്ടപ്പെട്ട് ഇറങ്ങുമ്പോഴാണ് അവൾ ചൂണ്ട ചൂണ്ട അത് വലിയ ചൂണ്ട അത്. അതിലോട്ട് തീറ്റി കോർക്കടാ. കണ്ണടച്ച് പിടിച്ചോണ്ടേ എല്ലാ ഒറ്റ കണ്ണായിട്ട് കണ്ണ് അതെ മുഖം പൊത്തിക്കോ. കൂട്ടി കിടന്നിട്ട് ചൂണ്ട ഇടുന്നു നോക്കിയേ. മുഖം പൊത്തിക്കോ. എന്റെ പോകറ അതിനകത്ത് കയറും. പക്ഷെ നടുന്നല്ലി വീടല്ലേ കേട്ടാ. പിടിക്ക കയറെ പിടിച്ചോ. എടി ടയറെ പിടിക്കണേ. എടി ടയറെ പിടിക്കണേ. ഈക്വലാക്ക അത് തന്നെ. ഇല്ലടി ഇല്ല പോവില്ല. കുഴലെ പിടിക്കാൻ നീ ആ സാധനത്തെ എടി പോത്തില്ലടി. ഒയ് ഹോയ് ഒയ് ഹോയ് ഒയ് ഹോയ്. ഗായ്സ് പൊന്നുകുട്ടി അങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നു. കാലിന്റെ സൈസ് കാണിക്കും. ചെറിയ സ്വിമ്മിംഗ് പൂളാന്ന് വിചാരിക്കും ആൾക്കാർ. സ്വിമ്മിംഗ് പൂൾ ഒന്നും അല്ല ഗായ്സ്, ഇതൊരു കായലാണ്. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. അടുത്ത റൗണ്ട് പോകാൻ നിൽക്കുക. ഇല്ല ഇല്ല ഞാനില്ല, എനിക്ക് പേടിയാ. ഇങ്ങോട്ട് ചവിട്ടൂന്ന് നിക്കി. എന്നാലും കൊലയുടെ കിട്ടിയിരുന്നെങ്കിൽ കൊലയായിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോ ആരും എടുത്തോണ്ട് പോയി. എവിടെ കിടന്ന് കാണുമ്പോഴേ നല്ല മധുരല്ലേ? നല്ല ടേസ്റ്റ് നോക്കിട്ട് ഇത് പൊളക്കാം. വേറെ ഇല്ലല്ലേ ഷോ ഇറങ്ങുന്ന മണ്ണേ. നല്ല മധുരം ഉള്ളല്ലേടി. ഏതാ ഏതിലാ ഞാൻ എണി കയറിട്ട് ജൂബിലി ഇയർ അതിന്റെ അല്ലായിരിക്കും നമ്മുടെ. ഇവള് വെറും ഒരു പേടിത്തൂറി കേട്ടോ ഗൈസ്. ഇവൾ പേടിച്ച് അവള് കമ്മടിച്ച് വീണാനെ അവിടെ കണ്ട. എന്റെ കാര്യം കൈയൊക്കെ കൊണ്ടുപിടിച്ച് കിണിക്കാൻ തോന്നുന്നു. ഇതാണ് ഒരു പേടിയില്ല. അതായത് തെങ്ങ കയറാൻ പോവായിരുന്നു. അതെ അതെ. ഒരു സ്റ്റെപ്പ് കൂടെ കയറുവാ. നീ കയറുവാ. ഏതെങ്കിലും കേറും. എത്ര പൊക്കമുള്ളതെങ്കിലും കേറും. അണ്ണാനും വീഡിയോ എടുക്കുന്നുണ്ടടി. ഇങ്ങോട്ട് നോക്കി എന്നാ അവൾ അങ്ങോട്ട് വീഴും. അണ്ണാന് കോമ്പറ്റീഷൻ എടുക്കുന്നുണ്ടോ? വീഡിയോ ആടി. മരം കയറി കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നു. പിന്നല്ലാതെ ആണോന്ന് പറഞ്ഞില്ല പെണ്ണായിപ്പോ എല്ലാവർക്കും. മമ്മിക്ക് ഞാൻ പെണ്ണാന്ന് കേട്ടപ്പോ ബോധക്കേട് മിനിയാന്റി പേടിക്കണ്ട. ഇവൾ മുടിയനെ മാതാമേ. കരിക്കും വെള്ളം നമ്മള് പണ്ട് ഇതുപോലെ കരിമ്പ് പറിച്ചോണ്ട് വന്ന് അല്ലേ ഓരോരുത്തരും മാറി കുത്തിരി. സൂപ്പറായിരിക്കും. ഇങ്ങോട്ട് നോക്ക്. കരിക്ക് നോക്ക്. ഇങ്ങോട്ട് നോക്കടി. വേനിക്കൂട്ടി നോക്കടി. ഇരിപ്പ് കിട്ടാറുണ്ട് എന്റെ കരിക്ക്. കൊതു കടിക്കുന്നതിനിടയ്ക്ക്. അയ്യോ കരിക്കിന്റെ കഷ്ണം എടുക്കാൻ പോയതാണ്. പൊന്നിക്കൂടി കരിക്കിന്റെ കഷ്ണം വേണമെന്ന് പറഞ്ഞു.
ഇത്രയും പോരെ ശരിക്കും നോക്കി അതിന്റെ ഓ ഇതെന്ത് പൊന്നുകുട്ടിനെ ഉമ്മ വെച്ചിട്ട് പോകുന്നു പല്ലുകൾ ഓ, മീനുകളുടെ മേള ഇവിടെ നീക്കി വെച്ചിട്ട് ഞാൻ മീനെ പിടിക്കട്ടെ. ആ ഇനി കയ്യിലൊന്ന് പിടിച്ച് ഇങ്ങനെ വെച്ചാൽ മതി വരുമ്പോ ഒറ്റ പിടിയാണ്